അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഖുർആൻ വരുത്തിയ മാറ്റം എന്ന വിഷയത്തെ കുറിച്ചാണ്. അതെ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്ന സകലമാന മോഷണത്തിന്റെയും കാലഘട്ടമായിരുന്ന അറേബ്യൻ മണ്ണിലേക്ക് ഒരക്ഷരവും അറിയാത്ത അനാഥനായ നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു. അദ്ദേഹത്തിന് 40 വയസ്സുള്ളപ്പോൾ മക്കയിലെ ജബലുൻ നൂറിലെ ഇറാ എന്ന ഗുഹയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇഖ്റാ യാ മുഹമ്മദ്, ഇഖ്റാ യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് വെച്ച് പറഞ്ഞു. അണച്ചു കൂട്ടി പിടിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഓതിക്കൊടുത്തു, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നോതിക്കൊടുത്തു. ഇതായിരുന്നു ഖുർആനിന്റെ തുടക്കം. 23 വർഷം കൊണ്ട് പൂർത്തീകരിച്ച നമ്മുടെ ഖുർആൻ പള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് അല്ലാഹു പറയുന്നു. അതെ, ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദിന്റെ തല വെട്ടുമെന്ന് പറഞ്ഞ ക്രൂരനായ കരിങ്കൽ മനസ്സുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാറ്റം ഖുർആൻ കാരണമായിരുന്നു. നെഞ്ചത്തു ഭാരമുള്ള കല്ല് കയറ്റി വെച്ച് ചാണ്ടവാളുകൊണ്ട് അടി കിട്ടുമ്പോൾ ബിലാൽ റളിയല്ലാഹു പറയും, അഹദ് അഹദ് അല്ലാഹു അഹദ് എന്ന് പറയാൻ കാരണം ഖുർആൻ കാരണമായിരുന്നു. അതെ,